സർ, അഹമ്മദാബാദ് വിമാനാപകടത്തിന് കാരണം എന്താണ് എന്ന് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പക്ഷേ അതിനു മുൻപ് പല ആളുകളും സംശയം ഉന്നയിക്കുന്നത് വിശ്വാസ് കുമാർ എന്ന വ്യക്തിക്ക് മാത്രം എങ്ങനെ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനായി എന്നാണ്. ഇതിൽ ദുരൂഹതയില്ലേ എന്നും പലരും ചോദിക്കുന്നുണ്ട്. ഇത്തരത്തിൽ തീഗോളമായ ഒരു വിമാനത്തിൽ നിന്ന് ഒരു വ്യക്തിക്ക് രക്ഷപ്പെടൽ സാധ്യമാണോ? അദ്ദേഹം ഒരു വളരെ ലക്കി മനുഷ്യൻ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇത്രയും ഒരു വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. അതിൽ ദുരൂഹതയൊന്നും ഞാൻ കാണുന്നില്ല. അതൊരു സാധാരണമായ ഒരു എസ്കേപ്പ് ആയിരുന്നു. പുള്ളിക്കാരൻ്റെ സീറ്റ് ഒരു സൈഡിലുള്ള സീറ്റായിരുന്നു പുള്ളിക്കാരൻ ഇരുന്നത്. അപ്പം ആ സീറ്റിൻ്റെ സൈഡിൽ തന്നെ രണ്ടാമത്തെ ഡോറ് ഉണ്ടായിരുന്നു. ആ വിമാനം ഇടിച്ചിറക്കിയ സമയത്ത് ആ ഡോറ് മിക്കവാറും തുറന്ന് വീണ് കാണും. ആ സമയത്തായിരിക്കും പുള്ളിക്കാരൻ ആ വഴി രക്ഷപ്പെട്ട് ഇറങ്ങി വന്നത്. സർ, ഈ എമർജൻസി ഡോർ തുറന്നതുകൊണ്ടാണ് അപകടം സംഭവിച്ചത് എന്ന് പറയുന്ന ചിലരുണ്ട്. പറന്നുയർന്ന ഒരു വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറക്കാനാകുമോ? ശരിക്കും ഒരു എമർജൻസി ഡോർ തുറന്നാൽ വിമാനം തകർന്നു വീഴാനുള്ള സാധ്യതയുണ്ടോ? ഓക്കെ, ഒരു പറക്കുന്ന വിമാനത്തിൽ നിന്നും എമർജൻസി ഡോർ തുറക്കാൻ ആർക്കും പറ്റത്തില്ല. ഓക്കെ, ആ ഒരു വിമാനം എയറിലാണെങ്കിൽ ഒരു ഡോറും തുറക്കാൻ പറ്റത്തില്ല. ആ വിമാനം താഴെ ഇറങ്ങിയാൽ മാത്രമേ ഡോർ തുറക്കാൻ പറ്റുള്ളൂ. അതിനുള്ള സാങ്കേതിക എക്യുപ്മെൻസും ഫെസിലിറ്റീസും വിമാനത്തിൽ എല്ലാ വിമാനങ്ങൾക്കും ഉണ്ട്. സാറിന്റെ എക്സ്പീരിയൻസിൽ പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ ഒരു വിമാനം തകർന്നു വീഴുന്നതിന് പ്രധാന കാരണം എന്തായിരിക്കും? ഒരു വിമാനം പറന്നുയർന്നിട്ട് താഴേക്ക് വീഴണമെങ്കിൽ അതിൻ്റെ 2 എഞ്ചിനും തകരാറിലായി കാണണം. അല്ലാതെ തകരണമെങ്കിൽ എന്തെങ്കിലും കൺട്രോൾ ഫെയിലിയർ വരണം. ഇപ്പോൾ ഒരു എയർപ്ലെയിൻ പറക്കുന്നത് അതിൻ്റെ എയ്ലറോൺസ് എന്ന് പറയും. അത് എയർക്രാഫ്റ്റ് ടേൺ ചെയ്യാനുള്ള ഇത്. അതേപോലെ മുകളിലോട്ടും താഴോട്ടും പോക്കാൻ എലിവേറ്റേഴ്സും ഉണ്ട്. അപ്പോൾ കൺട്രോൾ ഫെയിലിയർ ആണെങ്കിൽ ഒരു എയർക്രാഫ്റ്റ് തകരാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ ഉണ്ടെങ്കിൽ 2 എഞ്ചിനും തകർന്നാൽ മാത്രമേ എയർക്രാഫ്റ്റ് താഴോട്ട് പോവുകയുള്ളൂ.